ഹേ ഗായ്സ്, അപ്പോൾ ഇന്ന് എൻ്റെ ചേച്ചീൻ്റെ വളകാപ്പ് ഫങ്ഷനാണ്. അപ്പോൾ ഞാൻ റെഡിയാവാൻ പോവുകയാണ്. ഇപ്പം ഞാൻ എൻ്റെ വീട്ടിലായുള്ളത്. ഞാൻ ഇവിടുത്തെ ഡെക്കറേഷൻ കാര്യങ്ങൾ കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് ഡെക്കറേഷൻ വരുന്നത്. ചെറിയ ഡെക്കറേഷൻ, നമ്മൾ തന്നെ ചെയ്ത ഡെക്കറേഷനാണ്. അപ്പോൾ ഞാൻ ഇപ്പോൾ ഒരുങ്ങാൻ പോവുകയാണ്. ഇപ്പം തന്നെ ഓൾറെഡി ലേറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ അതിന് മുന്നേ ഇന്നലെ നടന്ന കുറച്ച് സംഭവങ്ങളുണ്ട്. അപ്പോൾ നിങ്ങൾ അത് കണ്ടിട്ട് വാ, ഞാൻ പോയിട്ട് റെഡി ആയിട്ട് വരാം. അപ്പോൾ നമ്മുടെ ഫങ്ഷൻ നടക്കുന്നതിൻ്റെ തലേ ദിവസമായിരുന്നു. കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാൻ നമ്മൾ പയ്യന്നൂർ പോകുന്നതാണ്. ഞാനും ഏച്ചിയും മനുവാട്ടനും കൂടിയാണ് പോകുന്നത്. കുറച്ച് ഫ്രൂട്ട്സും വെജിറ്റബിൾസും പിന്നെ കുറച്ച് സാധനങ്ങളും ബേക്കറി ഐറ്റംസൊക്കെ നമുക്ക് വാങ്ങിക്കാനുണ്ടായിരുന്നു. അപ്പം ഷോപ്രിക്സിലാണ് വന്നിട്ടുള്ളത്. ഷോപ്രിക്സ് നമ്മുടെ നാട്ടിലത്തെ ഒരു സൂപ്പർ ഹൈപ്പർ മാർക്കറ്റ് പോലുള്ളൊരു സ്ഥാപനമാണ്. ഇവിടെ നമുക്ക് എല്ലാം കിട്ടും. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങോട്ട് തന്നെ വന്നത്. കുറേ സ്ഥലത്ത് ഏച്ചിനെയും വെച്ചിട്ട് അങ്ങനെ പോകാൻ പറ്റില്ല. അതുകൊണ്ടാണ് നമ്മൾ വന്നത്. പിന്നെ മെയിനായിട്ട് നമുക്ക് ഇവിടെ വാങ്ങിക്കേണ്ടത് കർപ്പൂരം, ചന്ദനം, അങ്ങനത്തെ സാധനങ്ങൾ, വിളക്കിൻ്റെ അടുത്ത് വെക്കേണ്ട സാധനങ്ങളാണ് വാങ്ങിക്കേണ്ടത്. പിന്നെ ബേക്കറി സാധനങ്ങളും. ബേക്കറി ഇപ്പോൾ വളക്കാപ്പിന് നമ്മൾ സ്വീറ്റ്സ് കൊടുക്കുമല്ലോ, അപ്പോൾ അതിന് വെക്കാൻ വേണ്ടി ലഡു, ജിലേബി, പേട, ഗീപ്പാക്ക്, അങ്ങനെ കുറച്ച് സാധനങ്ങൾ നമ്മൾ വാങ്ങിച്ചു. പിന്നെ ഈ കാണുന്ന സാധനം നിങ്ങൾക്ക് അറിയുമെന്ന് അറിയില്ല. ഇത് നമ്മുടെ കണ്ണൂർക്കാരുടെ സ്പെഷ്യൽ കിണ്ണത്തപ്പമാണ്. ഇനി കുറച്ച് ഫ്രൂട്ട്സും വെജിറ്റബിൾസും പിന്നെ ഡിസ്പോസിബിൾ പ്ലേറ്റും ഗ്ലാസും ആണ് വാങ്ങിക്കാനുള്ളത്. ഗർഭിണി സൈഡായി എന്തിങ്ങനെ ഇരിക്കുന്നത്? ഒരാളൊരു സാധനം എടുക്കാൻ വേണ്ടി കാണുന്നില്ല. എറ്റേണിറ്റി ലേറ്റർ ഈ രണ്ട് സാധനം അങ്ങനെ ഏട്ടൻ ബില്ല് പേ ചെയ്യാൻ പോയ സമയത്ത് നമ്മൾ കുറച്ച് ഫ്രൂട്ട്സും വെജിറ്റബിൾസും വാങ്ങാമെന്ന് വിചാരിച്ചു. ഫ്രൂട്ട്സ് ഒന്ന് വീട്ടിലേക്ക് വരുന്ന ആൾക്കാർക്ക് കൊടുക്കാനും പിന്നെ അതുപോലെ തന്നെ നമ്മുടെ വളക്കാപ്പ് ഫംഗ്ഷന് വേണ്ടിയിട്ട് സ്വീറ്റ്സിൻ്റെ കൂടെ വെക്കാനും കൂടെയായിരുന്നു. അപ്പോൾ കുറച്ച് ഓറഞ്ചും മൂസമ്പിയും മുന്തിരിയും നമ്മുടെ വാട്ടർ മെലണാണ് എടുത്തത്. വാട്ടർ മെലൺ എല്ലാവർക്കും കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഭയങ്കര ചൂടായതുകൊണ്ട് ഞാൻ ഒരു സംഭാരം വാങ്ങിച്ചു കുടിച്ചു. അപ്പോൾ തന്നെ പകുതി ആശ്വാസമായി. അങ്ങനെ നമ്മൾ സാധനമൊക്കെ വാങ്ങിച്ചിട്ട് വീട്ടിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. അപ്പം ഒരു കെട്ട് വത്തക്ക വാങ്ങിച്ചിട്ടുണ്ട്. പോകുന്നതിന് മുന്നേ പൂവും വാങ്ങിക്കാനുണ്ടായിരുന്നു. അപ്പം നമ്മൾ കുറച്ച് ജമന്തി പൂവും മുല്ലപ്പൂവാണ് വാങ്ങിച്ചത്. ജമന്തി പൂവിനെ മാരിഗോൾഡ് പൂവിനാണ് കേട്ടോ ജമന്തി പൂ എന്ന് പറയാം. അങ്ങനെ അവസാനം നമ്മൾ ഇന്ത്യൻ കോഫി ഹൗസിൽ നമ്മുടെ വികാരമായ വെജ് കട്ട്ലേറ്റും കഴിച്ച് വീട്ടിലേക്ക് തിരിച്ചു വന്നു. അതിനുശേഷം വീട്ടിൽ കുറച്ച് പരിപാടി ഉണ്ടായിരുന്നു. കുറച്ച് ഫ്രെയിംസൊക്കെ സെറ്റ് ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം ഞാനും മനോട്ടും കൂടി സെറ്റ് ചെയ്തു. പിന്നെ നിഖിലേട്ടൻ വന്നിട്ടുണ്ടായിരുന്നു. നിഖിലേട്ടൻ എൻ്റെ ഹസ്ബൻഡാണ്. അപ്പോൾ നമ്മൾ രണ്ടുപേരും കൂടി ബലൂണെല്ലാം വീർപ്പിച്ച് സെറ്റാക്കി. ഇവർ രണ്ടുപേരും കൂടി തന്നെയാണ് ഡെക്കറേഷനെല്ലാം ചെയ്തത്. ഞാനും ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു കുറച്ച്. അങ്ങനെ വലിയ ഡെക്കറേഷനൊന്നും ഇല്ലെങ്കിലും ചെറിയ രീതിയിൽ. ഹേ ഗുഡ് മോർണിംഗ് ഗായ്സ്. അപ്പം നമ്മുടെ ഫംഗ്ഷൻ ഡേ ആണ് ഇന്ന്. അപ്പോൾ ചേച്ചി രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിച്ച് നമ്മുടെ ബ്യൂട്ടീഷ്യൻ ചേച്ചി വന്നു. സാരി ഉടുപ്പിക്കാനും ഹെയർ സെറ്റ് ചെയ്യാനായിരുന്നു. മേക്കപ്പൊക്കെ ഞാൻ തന്നെയാണ് എനിക്കും ചേച്ചിക്കും ചെയ്ത് കൊടുത്തിട്ടുണ്ടായേ. അപ്പോൾ ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക്. സാരി തന്നെ ചേച്ചി ഉടുപ്പിച്ചിട്ടുണ്ടായിരുന്നു. ബാക്കിയൊക്കെ ഞാൻ തന്നെയാണ് ചെയ്തത്, മേക്കപ്പും കാര്യങ്ങളെല്ലാം. അതിൻ്റെ വീഡിയോ ഞാൻ ഇടുന്നതായിരിക്കും. എൻ്റെ ഒരു ഗെറ്റ് റെഡി വിത്ത് മീ ഞാൻ ഇടുന്നതായിരിക്കും. ഈ ചാനൽ തന്നെ ഷെയർ ചെയ്യും. അപ്പോൾ എല്ലാവരും കാണാം. ഈ സാരി ഞാൻ ഇൻസ്റ്റാഗ്രാം പേജ് കല്യാണി കോട്ടൺ എന്നാണ് എടുത്തിട്ടുണ്ടായത്. അപ്പോൾ നിഖിലാട്ടും വന്ന് നമ്മൾ രണ്ടുപേരും മാച്ച് ചെയ്ത് ഗ്രീൻ ഷർട്ടും എൻ്റെ ബ്ലൗസിന് മാച്ച് ചെയ്തിട്ടാണ്. അച്ഛമ്മയൊക്കെ റെഡി ആയിട്ടിരിക്കുന്നുണ്ട്. എൻ്റെ അച്ഛൻ്റെ അമ്മയാണത്. പിന്നെ ഇതായിരുന്നു ചേച്ചീൻ്റെ ഫുൾ ലുക്ക്. നല്ല ഭംഗിയിൽ കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഫംഗ്ഷൻ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അച്ഛമ്മേനെ കസേരയിൽ ഇരുത്താൻ വേണ്ടി. ഇത് എൻ്റെ കസിനാണ് ഗോപിക. നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഇൻസ്റ്റഗ്രാം റീൽസ് കാണുന്നവർക്ക് അറിയുന്നുണ്ടാവും. അപ്പോൾ ആൾക്കാരൊക്കെ വന്ന് തുടങ്ങി. അങ്ങനെ നമ്മൾ ഫംഗ്ഷൻ സ്റ്റാർട്ട് ചെയ്തു. ഞാനാണ് വിളക്ക് കൊണ്ട് വെച്ചത്. എനിക്കിത് കൊണ്ടുപോകുമ്പോൾ എൻ്റെ എൻഗേജ്മെൻറ്റ് ഡേ ആണ് ഓർമ്മ വന്നത്.
അച്ചമ്മ വന്നു. അച്ചമ്മ അരിയെടുത്ത് തലയിൽ അനുഗ്രഹിക്കുകയൊക്കെ ചെയ്തു. സ്വീറ്റ്സൊക്കെ കൊടുത്ത് മഞ്ഞളും തേച്ച് അച്ചമ്മക്ക് ഭയങ്കര സന്തോഷമായി. അച്ചമ്മക്ക് 100 വയസ്സായി. അച്ചമ്മേൻ്റെ പിറന്നാളാണ് 2 ദിവസം കഴിഞ്ഞാൽ. ആ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അച്ചമ്മക്ക് ഭയങ്കര ആഗ്രഹമാണ് നമ്മളെ പേരക്കുട്ടികളെ കല്യാണം കഴിഞ്ഞ് കാണാനും പിന്നെ നമ്മുടെ മക്കളെ കാണാനും ഒക്കെ. അച്ചമ്മക്ക് 100 വയസ്സായി. അങ്ങനെ അച്ചമ്മക്ക് അതും സാധിക്കാൻ പോവുകയാണ്. ഇതെൻ്റെ അമ്മേൻ്റെ അമ്മയാണ്, എൻ്റെ അമ്മമ്മ. ഇതാണ് എൻ്റെ അമ്മ. അമ്മ കുറച്ച് സീരിയസ് ആയിട്ടാണ് വന്നത്, പക്ഷെ ഞാൻ ചിരിക്കാമെന്ന് പറഞ്ഞപ്പോൾ അമ്മ ചിരിക്കുന്നുണ്ട്. പിന്നെ അച്ഛനും വന്നിട്ട് എല്ലാവരും മഞ്ഞളും ഇതൊക്കെ ഇട്ടുകൊടുക്കുകയാണ്. സത്യം പറഞ്ഞാൽ എവിടെ ഇടേണ്ടതെന്ന് പോലും ആർക്കും അറിയില്ല. എന്നാലും നമ്മൾ ഫംഗ്ഷൻ അടിപൊളിയാക്കി സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതാണ് എൻ്റെ അച്ഛൻ വന്ന് അച്ഛനും ഭയങ്കര സന്തോഷത്തിലാണ്. അച്ഛനും ഭയങ്കര ആഗ്രഹമായിരുന്നു ചേച്ചി ഒന്ന് പ്രഗ്നൻ്റ് ആയിട്ട് കാണാൻ വേണ്ടിയിട്ട്. പിന്നെ ബാക്കിയുള്ള റിലേറ്റീവ്സും ഇളയമ്മമാരും അമ്മായിമാരും മാമന്മാരും എല്ലാവരും കൂടി വന്ന് എടുത്തു. അതിനിടയിൽ എൻ്റെ കസിൻ എൻ്റെ ഒരു ക്ലിപ്പ് എടുത്താണിത്. പിന്നെ ഇതാണ് എൻ്റെ വലിയച്ഛൻ, അച്ഛൻ്റെ ഏട്ടൻ. അപ്പോൾ വലിയച്ഛനൊക്കെ ഈ ആചാരങ്ങൾ പുതുമയുള്ളൊരു കാര്യമാണ്. ഇവർക്കൊന്നും അറിയില്ല. കാരണം മെയിൻലി ഇത് എനിക്ക് തോന്നുന്നത് തമിഴ്നാട് ആ ഒരു സൈഡിലാണ് ഇങ്ങനത്തെ ഫംഗ്ഷൻ. അപ്പോൾ ഇവർക്ക് എല്ലാവർക്കും പുതുമയായിരുന്നു. അടുത്ത ചെസ് നമ്പർ ഞാനും നിഖിലാടിനാണ്. അതായത് മേമയും ആപ്പനും ആവാൻ പോകുന്നവരാണ് നമ്മൾ. നിഖിലാടിനെ അറിയില്ല എന്നാ ചെയ്യണം, അതുകൊണ്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുകയാണ്. മഞ്ഞളിടണം, വളയിടണം, അതുകൊണ്ട് പഠിപ്പിച്ചു കൊടുത്ത പോലെ തന്നെ കറക്റ്റായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാൻ കുറച്ച് ഇമോഷണൽ ആയിപ്പോയി ഇട്ട് കൊടുക്കുന്ന സമയത്ത്. പൊതുവേ ഞാനും എൻ്റെ ഏച്ചിയും ഭയങ്കരമായിട്ട് അടികൂടുന്ന ഒരാളാണ്. കീരിയും പാമ്പും എന്നാണ് അമ്മ തന്നെ പറയൽ. പക്ഷേ ഇങ്ങനെയുള്ള ഇമോഷണൽ കാര്യങ്ങൾ വരുമ്പോൾ ഞാൻ പൊതുവേ ഇമോഷണൽ ആവാറുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് എൻ്റെ ഇതിൽ കണ്ട എൻ്റെ കണ്ണ് നിറഞ്ഞിട്ടുണ്ട്. ഇപ്പം പറയുമ്പം തന്നെ ഞാൻ കുറച്ച് ഇമോഷണൽ ആവുന്നുണ്ട്. പിന്നെ എല്ലാ ഫംഗ്ഷനും ഡാൻസ് കളിക്കുന്ന പോലെ നമ്മൾ 2-3 പേരും ഡാൻസ് കളിച്ചിട്ടുണ്ടായിരുന്നു. ഇത് ബാക്കിൽ നിൽക്കുന്നത് എൻ്റെ കസിൻസാണ്. നല്ല കോളാക്കിയായിരുന്നു ഡാൻസ്. കാരണം എനിക്ക് ഒരു സ്റ്റെപ്പ് ഓർമ്മയുണ്ടായിരുന്നില്ല. 2 ദിവസം കൊണ്ട് പഠിച്ചതാണ്. എന്നാലും അഡ്ജസ്റ്റ് ചെയ്ത് നമ്മൾ കളിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ കുറച്ച് റീൽസും കാര്യം എടുത്തു. അപ്പോൾ ഗോഗു എങ്ങനെയൊക്കെ ചെയ്യണേന്ന് പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ടായ. പിന്നെ ബിരിയാണി ആയിരുന്നു ഫുഡ്, പാൽപ്പായസം. അപ്പോൾ ബിരിയാണിയും ഫുഡൊക്കെ കഴിച്ച് എല്ലാവരും തളർന്നിട്ടാണ് ഉള്ളത്. നല്ല വെയിലും ചൂടായതുകൊണ്ട് തന്നെ എല്ലാവരും സൈഡായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എൻ്റെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇനിയും വളക്കാപ്പിൻ്റെ വീഡിയോസ് വരുന്നുണ്ട്, എൻ്റെ ഗെറ്റ് റെഡി വിത്ത് മീ ഒക്കെ. അപ്പോൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നത് വേറൊരാളാണ്. ഗായ്സ്, അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം. Till then, bye bye.